ഇതാണ് നമുക്ക് വന്ന കൊളാബിനുള്ള ജ്വല്ലറി. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്താ പരിപാടി? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു. എന്താണ് ആ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇനി മുതൽ മുടങ്ങാതെ വീഡിയോ ഒക്കെ ഇടാന്ന് വിചാരിക്കുന്നു. പക്ഷെ നടക്കുമെന്നും നമുക്ക് അറിയത്തില്ല, ഉറപ്പൊന്നുമില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് വീഡിയോ ഇടാം എന്നാണ് വിചാരിക്കുന്നത്. കാര്യം നമ്മുടെ ടൈമിങ്ങും ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് നടക്കൂല്ലെന്നൊന്നും അറിയത്തില്ല. എങ്കിലും മാക്സിമം ഞങ്ങൾ ശ്രമിക്കും, എല്ലാ ദിവസവും വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നിരാടെങ്കിലും ഞങ്ങളുടെ വീഡിയോസ് വരും. അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അത് മാത്രമല്ല, ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. അതിന്റെ ലിങ്ക് ഞങ്ങൾ താഴെ കൊടുത്തേക്കാം. എന്തായാലും നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതിനകത്ത് ഞങ്ങൾക്ക് വരുന്ന ചെറിയ ഇതുപോലുള്ള കൊളാബ് വീഡിയോസും അങ്ങനെയുള്ള കൊല്ലത്തെ ആയിട്ടുള്ള സംഭവങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഞങ്ങൾ പോകുന്നത് ആദ്യം തന്നെ ഞങ്ങൾ കാണിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. മാക്സിമം ഞങ്ങൾക്ക് ആദ്യമേ മാക്സിമം എത്തിക്കാൻ പറ്റുന്നത് മാക്സിമം ഞങ്ങൾ ആദ്യം സ്റ്റുഡിയോ വന്നത് എത്തിച്ചു. അതുപോലെ തന്നെ യൂസ്റ്റാ, അങ്ങനെ ഒരുപാട് വീഡിയോസ്, അതുപോലെ ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കാൻ സാധിക്കും. ആദ്യമേ നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കും. നമ്മൾ തോന്നുന്നു ഒരുവിധമൊക്കെ ആദ്യമൊക്കെ ഓഫേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് അനുസരിച്ച് നമ്മളാണ് കൂടുതലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മളാണ്. നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിനുശേഷമാണ് പിന്നെ ബാക്കിയുള്ളവർ ഇട്ട് നമ്മൾ കാണാറുള്ളത്. അപ്പം എന്തായാലും ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഡേ ഇൻ മൈ ലൈഫ്. അങ്ങനെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ വന്നിരിക്കുവാണ്. ഡ്രസ്സൊക്കെ മാറി. പക്ഷെ കുളിച്ചിട്ട് വന്നിട്ടും വിയർക്കുന്നല്ലേ, ഭയങ്കര ചൂട്. എന്താണോ എന്തോ. അത് പറഞ്ഞപ്പോഴാ നമ്മൾ കഴിച്ചോണ്ടിരുന്നില്ലേ, ഞാൻ പറഞ്ഞില്ലേ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാന്ന് പറഞ്ഞില്ലേ. കഴിച്ചോണ്ടിരുന്നപ്പോ തന്നെ ഒരു കൊറിയർ വന്നു. അത് ആരുടെ പേരിലാ വന്നേന്ന് അറിയാമോ? മാഡത്തിന്റെ പേരിലാണ് കൊറിയർ വന്നത്. എന്താ കൊറിയർ? ഒരു കൊളാബിനുള്ളതാ, ഒരു ജ്വല്ലറിയുടെ കൊളാബിനുള്ള സാധനം വന്നതാ മേഡത്തിന്. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ ഇങ്ങനെ ഒരു ഐറ്റം വരുമെന്ന്. ഞാൻ പറഞ്ഞായിരുന്നു, മറന്നുപോയി. കുഴപ്പമില്ല. അപ്പൊ പിന്നെ അതിന്റെ ഷൂട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അച്ചു റെഡിയായി. ഞാൻ ആ ഷൂട്ടിലുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടാ? അപ്പൊ ഞാൻ റെഡി ആയില്ലല്ലോ. എനിക്കുണ്ടാ? എന്താണ്? അയ്യോ, അതിനു മുമ്പേ നമുക്ക് ആ ഷൂട്ട് എടുക്കുന്നതിന് മുമ്പ്, ആ കാര്യമൊക്കെ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം. നമ്മളെ കേക്ക് ഉണ്ടാക്കിയില്ലേ, അത് നമ്മൾ കഴിച്ചില്ല. ആക്ച്വലി ഇന്നലെ ഉണ്ടാക്കിയതാ അല്ലേ. ഇന്നലെ ഉണ്ടാക്കി ഞങ്ങൾ വെച്ചു. പക്ഷെ ഞങ്ങൾ ഇതുവരെ കഴിച്ചില്ല. സംഭവം കുറെ ഓണത്തിന് മുമ്പ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പക്ഷെ നടന്നില്ല കേട്ടോ. ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇനി നമ്മൾ വിചാരിക്കുന്നുള്ളൂ ഒരു സാധനം കൂടെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങൾ ഇടും. ഒക്കെ ഇന്ന് ഉണ്ടാക്കാം കേട്ടോ. എനിക്ക് ഒരുപാട് കേക്ക് അടിപൊളി. ഇന്നലത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു സെറ്റ് അങ്ങോട്ട് ഞാൻ പൊരിച്ചങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് കോരി അങ്ങോട്ട് മാറ്റിയിട്ട് അടുത്ത് ഇടാൻ പോകുമ്പോ സാധനം കാണത്തില്ല. ഞാൻ കഴിച്ചു, അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു, അച്ഛനെ കൊണ്ട് കൊടുത്തു, അയച്ചിന് കൊണ്ട് കൊടുത്തു, എല്ലാവർക്കും കൊണ്ട് സപ്ലൈ ചെയ്യുക. 5 വീതം ഇടുക. 5 വീതം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു വരുമ്പോ സാധനം. അപ്പൊ എന്തായാലും നമുക്ക് അത് ഇന്നലെ ഉണ്ടാക്കിയ കേക്ക് നമുക്കൊന്ന് കഴിച്ചു നോക്കാട്ടെ. ഇന്ന് എങ്ങനെ ഉണ്ടെന്നൊന്ന് കഴിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ കേക്ക് ഇതാണ്. ഒരു മിനിറ്റ്, ഞാൻ ഫ്ലാഷ് ഇട്ടിട്ടില്ല, ഓൺ ആക്കിയിട്ടില്ല. ഒരു മിനിറ്റ് ഒന്ന് ഓൺ. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ കേക്ക്. എങ്ങനെയുണ്ട്? അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേക്ക്. എൻ്റെ ഫേവറേറ്റാ. അപ്പം ഞാൻ കൊച്ചിലെ ഇതിന് കരയുമായിരുന്നു. അങ്ങനെ രാത്രി എൻ്റെ അപ്പൂപ്പൻ പോയി മേടിച്ചുകൊണ്ട് തരും. എന്നാലേ ഞാൻ അടങ്ങത്തുള്ളൂ. കേക്ക് കിട്ടാതെ ഞാൻ കരച്ചിട്ട് നിർത്തത്തില്ലായിരുന്നു. അന്തമാതിരി ആള്. അങ്ങനെ അപ്പം പോയി മേടിച്ചോണ്ട് വരും. ഈ കേക്ക് എവിടെയും കിട്ടത്തില്ലായിരുന്നു. പിന്നെ എവിടെയോ ദൂരെ എവിടെയോ പോയി മേടിച്ചോണ്ട് വരും. പാവ നടത്തിച്ചിട്ടുണ്ടെന്ന് നടത്തിച്ചിട്ടുണ്ടെന്നറിയുള്ളൂ. എന്നാലും ഇഷ്ടപ്പെട്ട 1-2 കാര്യങ്ങൾ എനിക്കറിയാം. ഏത്തക്കാപ്പം ഇഷ്ടമാണ്. ഈ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെയെങ്കിലും കടയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏതാ? ഏത്തക്കാപ്പം. അത് കഴിഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ദൈവം. എല്ലാവർക്കും അറിയാം എനിക്ക് ഏത് സ്നാക്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ഏത്തക്കാപ്പം. എവിടെ പലയിടത്തും പല പേരായിരിക്കും പറയുന്നത്. നമ്മളിവിടെ പറയുന്ന ഏത്തക്കാപ്പം എന്നാ പറയുന്നത്. ചിലയിടത്ത് പഴംപൊരി എന്ന് പറയും. പേര് പലയിടത്തും പല പേരാ പറയുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് വരെ വേറൊരു കോമ്പിനേഷൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഏതാന്ന് പറയാം? പഴംപൊരിയും ബീഫും, ഏത്തക്കാപ്പവും ബീഫും. അത് ഇതുവരെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൊളാബ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ സെറ്റ് ആയിരിക്കുകയാണ്. ഇതാണോ വന്നത്? ഇതാണ് വന്ന ബോക്സ്. മൈക്ക് തന്നില്ല. അങ്ങനെ കൊളാബ് വന്ന സാധനമൊക്കെ ആയിട്ട് അച്ഛൻ സെറ്റായി. എന്ത് സംഭവം? ഇത് ജ്വല്ലറിയാണോ? ഓക്കെ. ഒരുപാട് ഐറ്റം ഉണ്ടോ?
അറിയത്തില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തതേ ഉള്ളൂ, തുറന്നു നോക്കിയില്ല അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം കാണിച്ചു കൊടുക്കാം അല്ലേ? എന്തൊക്കെയാ വന്നത്, ഏതൊക്കെ ഐറ്റംസ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? അതെ. ഓക്കെ. സത്യത്തിലേ ഈ സാധനം വന്നതേ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ടാ, പക്ഷെ നമ്മൾ യൂട്യൂബിൽ ഇടും. ഒന്ന് കാണിച്ചു കൊടുത്തേ, അഡ്രസ്സ് കാണിച്ചു കൊടുക്കണ്ട. ബോക്സ് ഇതാണ്. ഓക്കെ. ഓ, പോസ്റ്റലിന്റെ എക്സ്പ്രസ് അതുവഴി വന്നതല്ലേ? സ്പീഡ് പോസ്റ്റ് വഴി. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ആ ഒരു റീൽ എടുത്തിട്ട് എന്തായാലും ഞങ്ങൾ ഇന്ന് അപ്ലോഡ് ചെയ്യും. ഓക്കെ. നിങ്ങളൊന്ന് കേറി ഒന്ന് കണ്ടു നോക്കണം. ഓക്കെ, സപ്പോർട്ട് ചെയ്യണം അല്ലേ? അതെ. പറഞ്ഞ എന്തെല്ലാം പാടല്ലേ. ഇവിടെ ആണെങ്കിൽ ലൈറ്റിങ് ഭയങ്കര പ്രശ്നമാണ്. എന്റെ മൈക്കിന്റെ ലൈറ്റിംഗ് പ്രശ്നം എന്ന് വെച്ചാൽ അകത്തൊക്കെ നമ്മൾ ഡാർക്ക് കളർ അല്ലേ അടിച്ചേക്കുന്നത്, റെഡ്, യെല്ലോ, ഗ്രീൻ, അങ്ങനെയുള്ള കളേഴ്സ് ഇവിടെ ഫുൾ അടിച്ചു വെച്ചേക്കുന്നത്. ഇവിടെ കണ്ട റെഡ്, ഡാർക്ക് റെഡ്. ഇതാരുടെ സെലക്ഷനാ? റെഡ് ഇത് എല്ലാം ഞങ്ങളുടെ സെലക്ഷൻ ആയിരുന്നു. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുന്നേ അടിച്ചതാണ്. പക്ഷേ ഇതിനകത്ത് വെട്ടം ഭയങ്കരമാണ്. അന്ന് ഇങ്ങനത്തെ കളറൊക്കെ ട്രെൻഡ് ആയിരുന്നു, അത് കാരണം ഓരോ വോളിലും ഓരോ കളർ അടിച്ചതാ. പക്ഷേ ഭയങ്കര ഡാർക്കാണ്. നമുക്ക് ഇവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഫോട്ടോ എടുത്താലും നമുക്ക് ഡള്ളായിരിക്കും ഭയങ്കര. പക്ഷേ ചില ഫോട്ടോസ് ഒക്കെ എടുത്താൽ അടിപൊളിയായിരിക്കും. ചില സമയത്ത് എടുത്തു കഴിഞ്ഞാൽ കൊള്ളത്തില്ല. അപ്പം ഞങ്ങളിപ്പോൾ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ തുടക്കം എടുക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്ത് പോയി ഷൂട്ട് ചെയ്ത് എന്നിട്ട് തിരിച്ചു വന്നിരിക്കുക. ഇതാണ് നമുക്ക് വന്നത് ജ്വല്ലറി. ഓക്കെ, എന്തായാലും ഇതിന്റെ ബാക്കി റീലും കൂടെ എടുത്തിട്ട് നമുക്ക് അത് കാണിച്ചു കൊടുക്കാം, ഇവർക്കൂടെ കാണിച്ചു കൊടുക്കാം. ഷൂട്ടെല്ലാം കഴിഞ്ഞല്ലേ? കാണിച്ചില്ല, നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ എന്താണെന്നറിയോ കാണിച്ചു തരാത്ത കാര്യം എന്താന്ന് വെച്ചാൽ സമയം 3 മണിയായി. 3 മണി. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അതൊക്കെ എഡിറ്റ് ചെയ്ത് റീലൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് വന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടോ, എനിക്കൊരു സാധനം ഉണ്ട് കേട്ടോ, ഇത് കേട്ടോ. ഉച്ചയ്ക്ക് എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം തരാം. ഉച്ചയ്ക്ക് എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ചോദിച്ചാൽ ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ചില്ല. ഇപ്പം സമയം ഏകദേശം 5:30 ഇത്രയും നേരം എന്തെടുക്കുകയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മേഡത്തിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. എന്തുവായിരുന്നു ഇത്രയും നേരം നിന്റെ പരിപാടി? ആ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റീൽ ചെയ്യാനായിട്ട് പോയില്ലേ? നമ്മൾ എത്ര മണിക്കാ? 12 മണിക്കോ? 12 മണിക്ക് എങ്ങാണ്ട് തുടങ്ങിയതാണ്. എടുത്തു കഴിഞ്ഞപ്പം 4:30 എഡിറ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞപ്പോൾ 4:30 കഴിഞ്ഞു. നമ്മൾ അപ്ലോഡും ചെയ്തു കേട്ടോ. അതൊക്കെ അപ്ലോഡൊക്കെ ചെയ്തു, എല്ലാം ഇടിയൊക്കെ ചെയ്തു. അപ്പോൾ ഏകദേശം 5:30 അപ്പോൾ ചായ കുടിക്കുന്നു. ഇന്നത്തെ ദിവസം കണ്ടോ, സമയം പോയത് കണ്ടോ? കുറച്ച് ഇപ്പോൾ അങ്ങോട്ട് വന്ന് ഫ്രീ ആയതേ ഉള്ളൂ. ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റാത്തത്. മെയിൻ റീസൺ ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും സമയം ഇങ്ങനെ എടുക്കും, ഒരുപാട് താമസം വരും. അപ്പോൾ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം, വേറെ ഒന്നുമില്ല. എന്നാലും മാക്സിമം നമ്മൾ വീഡിയോസ് എന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അല്ലേ അച്ചു? ശ്രമിക്കത്തില്ലേ അച്ചു? അതെ, അച്ചു ശ്രമിക്കും. ഒട്ടും വെട്ടമില്ലായിരുന്നു. മെയിൻ അതാ, നമുക്കിവിടെ വെട്ടത്തിന്റെ പ്രശ്നം കാരണം നമ്മൾ ശരിയാവത്തില്ല. പിന്നെ എടുക്കും. നമ്മൾ ചായ ഒക്കെ കുടിച്ചതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം കാണിച്ചു. എല്ലാം കാണിച്ചു. ഈ ബോക്സിനകത്ത്, നമ്മുടെ ഈ ഒരു ബോക്സിനകത്ത് ജ്വല്ലറി ബോക്സാണ്. ആ ബോക്സിനകത്ത് മൊത്തം സാധനങ്ങൾ ഇരിപ്പുണ്ട്. കംപ്ലീറ്റ് സാധനം കാണിച്ചു കൊടുക്കണം കേട്ടോ. വെക്കുമെങ്കിൽ നമ്മുടെ ആ റീലില്ലേ, അതിന്റെ ലിങ്ക് കൂടെ നമുക്ക് കൊടുത്തേക്കാം. കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് ഷോർട്സ് ആയിട്ടിടാം. എന്തായാലും നമ്മുടെ ഷോർട്ടിൽ എന്തായാലും നമുക്ക് ആ ഒരു ഇത് വരുന്നുണ്ട്. അല്ലാണ്ട് നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ എന്തായാലും ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും വരാം. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ല, വിശന്നു, 2 എണ്ണം കഴിച്ചു. പിന്നെ ഇപ്പം ചായ കുടിക്കുന്നു, അല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. ഇത് കണക്കാ എനിക്ക് സംഭവിച്ചത്. സെയിം, വിശന്നപ്പോൾ 1 എണ്ണം എടുത്തു, പിന്നെ വീണ്ടും 1 എണ്ണം എടുത്തു. അത്രേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിച്ചില്ല. ഇതൊക്കെ എനിക്കിവിടെ 1 എണ്ണം തരും. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ, നല്ല ടേസ്റ്റ് ഉള്ള ഇതാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് നമുക്ക് വന്ന കൊളാബിനുള്ള ജ്വല്ലറി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്താ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവരയച്ചു തന്നോന്ന്? അവരല്ല, ഇതെന്റെ കല്യാണത്തിന് നമ്മള് ജ്വല്ലറി വാങ്ങിയപ്പോഴത്തേക്ക് കിട്ടിയ ബോക്സാ. അവരൊരു കൊളാബും തന്നില്ല, ഒന്നും തന്നില്ല. അവര് പൈസ മേടിച്ചിട്ട് സ്വർണം മാത്രമേ തന്നുള്ളൂ. നമുക്ക് വന്നത് ഇതാ, ഈ ബോക്സാ. ഇവരുടെ പേരെന്ന് പറഞ്ഞാൽ ഹസ കളക്ഷൻ. നല്ല സേഫ് ആയിട്ടാണ് പാക്ക് ചെയ്ത് അയച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. വേറെ ആരുമല്ല, ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ മടിയുള്ള നിങ്ങളുടെ അമ്മയാണ്. കാണിക്കട്ടെ, അമ്മ കാണിക്കട്ടെ. അമ്മയുണ്ട് വീഡിയോയില്, അമ്മയുണ്ട്.
ഇതിനകത്താണ് അവര് അയച്ചു തന്നത്. പക്ഷേ നമ്മൾ എല്ലാം എടുത്തു. ഇതാണ് അവരുടെ പേര്, കണ്ട, ഹസ കളക്ഷൻ. കളക്ഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി, റെന്റ് ആൻഡ് സെയിൽ, പള്ളിമുക്ക്, കൊല്ലം. ഓൺലൈനേ ഉള്ളൂ, ഇൻസ്റ്റഗ്രാം വഴിയേ ഉള്ളൂ, ഷോപ്പായിട്ടില്ല. ഇൻസ്റ്റാഗ്രാം മാത്രം. പക്ഷെ ബോക്സ് കൊള്ളാം കേട്ടോ, നല്ല ബോക്സ്, നല്ല സേഫ് ആയിട്ട് അയച്ചത്. ബോക്സ് ബബിൾ റാപ്പ് ഒക്കെ ചെയ്ത്, ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ജ്വല്ലറി കിടപ്പുണ്ട്. അയ്യോ, നമ്മൾ കാണിച്ചല്ലേ, കാണിച്ചത്. ഇതിനകത്ത് വേറെ എന്തോ ഉണ്ട്. ഞാൻ ഒരെണ്ണം കാണിക്കട്ടെ. അതേതാ? ഇതില് 2 എണ്ണം ഞാനങ്ങ് കാണിച്ചേട്ടാ. എന്തോന്നറിയാമോ? നോസ്പിൻ ആയിരിക്കും. നോസ്പിൻ. ഇത് പക്ഷെ അയച്ചു തന്നു, പക്ഷെ ഈ നോസിൽ ഇടാൻ പറ്റത്തില്ല, ഹോളില്ല. ഒരു സെക്കൻഡ് സ്റ്റഡ് അടിച്ചതിൻ്റെത് ഞാൻ കുറെ അനുഭവിച്ചത്. അത് ഭയങ്കര ഒരു കഥയാണ്. ആ കഥ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ ഞാൻ കഥയൊക്കെ പിന്നെ പറയാം. കമന്റ് ചെയ്താൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം കേട്ടോ കഥ. സെക്കൻഡ് സ്റ്റഡ് അടിച്ചതും ചെവി ചെറുതായതും അതൊക്കെ അല്ലേ. സെക്കൻഡ് സ്റ്റഡ് പൊട്ടിക്കട്ടെ. നിങ്ങൾ ഇത് നോക്കണ്ട. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതിൽ നിന്നെല്ലാം എടുത്തിട്ട് എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്ത് വെച്ചില്ല. നമ്മളിപ്പോ അങ്ങോട്ട് ഷൂട്ട് കഴിഞ്ഞ് വന്നിരുന്നതേ ഉള്ളൂ, ചായയൊക്കെ കുടിച്ചോളൂ. ഇനി എല്ലാം എടുത്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ വെക്കും. പരിശോധനയൊന്നും ഇടത്തില്ല, പാക്ക് ചെയ്ത് ഇത് കണക്ക് വെക്കും. എന്തായാലും ഇത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഇത് നമ്മളിപ്പം ഷൂട്ട് കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇതൊന്നും പറന്നു പോകാതിരിക്കാൻ വേണ്ടി ഈ ബോക്സിനകത്ത് ഇട്ട് ഞാൻ ഇങ്ങനെ അടച്ചു വെച്ചിരുന്നു, ഒന്നും പറന്നു പോകാതിരിക്കാൻ വേണ്ടി. നമ്മളെല്ലാം എടുത്ത് എല്ലാം ഇട്ടൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വെച്ചതേ ഉള്ളൂ. നമ്മളിപ്പോൾ അങ്ങോട്ട് വന്ന് ഫ്രീ ആയി ഒരു ചായയും കുടിച്ചിരുന്നതേ ഉള്ളൂ. വിചാരിച്ച് ബാക്കി ലോങ് വീഡിയോ എടുക്കാമെന്ന് വെച്ചു. എന്താണെന്നറിയോ, ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ എടുക്കാൻ എന്താ വെച്ചു പറഞ്ഞു വിടച്ചു. എന്താ റീൽസിലേക്കാണ് എടുത്തത്. പക്ഷെ അത് നമ്മൾ എടുക്കുന്ന ലോങ് വീഡിയോ എടുക്കാൻ എന്താ കാരണം? ടൈം ഇല്ലായിരുന്നു. ടൈം ഇല്ലാത്ത മാത്രമല്ല, നമ്മുടെ മറ്റേ ഫോണിന് ക്ലാരിറ്റി ഇല്ല. അതെ, ആ ഫോണിന് ഒട്ടും ക്ലാരിറ്റി ഇല്ല. ക്ലാരിറ്റി ഉള്ള ഒരു അടിപൊളി ഫോൺ അടിച്ചു പോയി ഗൈസ്. അത് കത്തിപ്പോയി. നമ്മൾ ആദ്യം പക്ഷെ അത് ഞങ്ങൾ ശരിയാക്കാം, അത് കിട്ടില്ലോ. അതിനകത്താണ് നമ്മൾ തുടങ്ങിയത്, വ്ലോഗ് തുടങ്ങിയ ക്യാമറയാണ്. ഞാൻ കുറെ നേരം കൊണ്ട് ഇത് പിടിച്ചോണ്ടിരിക്കുക. ഫസ്റ്റ് ഇത് അയ്യോ, അല്ലേലും ഇവിടെ ഇങ്ങനെ നമ്മളൊരു വീഡിയോ എടുക്കാനായിട്ടിരിക്കുമ്പോൾ ഒന്നെങ്കിൽ മിക്സി, അല്ലെങ്കിൽ കുക്കർ, അല്ലെങ്കിൽ അപ്പുറത്തായിട്ടുള്ള പട്ടി. ഇത് തന്നെ എപ്പോഴും എപ്പോൾ വീഡിയോ എടുത്താലും ഇത് തന്നെ. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു വീഡിയോ എടുത്തിടണമെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അല്ലേ, എന്തൊരു അവസ്ഥയാണ്. നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടി, അതിലങ്ങ് എടുക്കുക. അതാ ഇതൊരു സെറ്റ് അല്ലേ, ഇതെന്തോ ഇതിന് പറയുന്നത്, ചോക്കർ ടൈപ്പ് ആണെന്ന് തോന്നുന്നു. അതെ, 2 കമ്മൽ വരുന്നുണ്ട്. 2 കമ്മൽ വരുന്നുണ്ട്. നമ്മൾ ഡോർ അടച്ചു തന്നു, പക്ഷേ ഡോർ അടച്ചിട്ടും കാര്യമൊന്നുമില്ല, സൗണ്ട് എന്തായാലും വരും. 2 കമ്മൽ, ഒരു മാല. ഇതിട്ട ഫോട്ടോ ഉണ്ടല്ലോ വെച്ചൂല്ലേ, ഫോട്ടോ നമ്മൾ എടുത്തായിരുന്നു. ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതെന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എടുത്ത് നോക്കിയാൽ മതി. അത് ഞാൻ സേഫായിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിനകത്ത് സേഫായിട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത ഐറ്റം എടുക്കും. അടുത്ത ഒരു ബ്രേസ്ലെറ്റാ. അതും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇനി നമുക്ക് പാക്ക് ചെയ്ത് വയ്ക്കിയത് മതി. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടോ, ഈ സാധനം നല്ല രസമുണ്ട്. ഇതെല്ലാം മറ്റേ ഇതാണ്, എന്താ, ഇമിറ്റേഷൻ ജ്വല്ലറി ആണ്. അല്ലാതെ ഡെയിലി വെയർ ഉണ്ട്. പിന്നെ മറ്റേ ഇമിറ്റേഷൻ എന്തോ AD സ്റ്റോണിന്റെ അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതൊന്ന് ഇത് കാണിച്ചു. ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട്. ഇത് ഇട്ടിട്ടും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സാധാരണ അച്ചു അങ്ങനെ ഇങ്ങനെയുള്ള കമ്മൽ ഇടത്തില്ല. ഞാൻ സ്റ്റഡേ കൂടുതൽ യൂസ് ചെയ്യത്തുള്ളൂ, മറ്റേതിടുമ്പോ എനിക്ക് എന്തോ ഒരു ഭാരം പോലെയാണ്. പക്ഷേ ഇത് എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ഇതൊരു റോസ് ഗോൾഡിന്റെ കളറാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്ന് എനിക്കറിയത്തില്ല. ഇതിൽ കണ്ടിട്ടൊരു ഗോൾഡ് ഫീലാണ്, പക്ഷേ സത്യത്തിൽ ഇത് റോസ് ഗോൾഡിന്റെ ഒരു കളറാട്ടോ. സംഭവം അടിപൊളിയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫ്ലാഷ് ഇട്ടില്ല, അതുകൊണ്ട് നേരത്തെ ക്ലിയർ ആയോന്ന് എനിക്കറിയത്തില്ല. ഇത് കണ്ട, ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? കണ്ട, റോസ് ഗോൾഡ് അല്ലേ, റോസ് ഗോൾഡ് ആണ്. കണ്ട, ഇപ്പൊ ക്ലിയർ ആയി. ഇനി ടെമ്പിൾ ജ്വല്ലറി. മിക്സിയുടെ സൗണ്ട് കേൾക്കുന്നെങ്കിൽ സദയം ക്ഷമിക്കണം. അതിന് നമുക്ക് കമ്മലും ഉണ്ട് കേട്ടോ. ഇതിനെ ഇപ്പോഴാട്ടോ ശ്രദ്ധിക്കുന്നത്. ഇതിനകത്ത് മറ്റേ അയ്യോ ഒരെണ്ണം കുഴപ്പമില്ല. ഇതിനകത്ത് ലക്ഷ്മി ദേവിയുടെ ഇതുണ്ടല്ലേ. അതെ, പാലക്കയുടെ ചുട്ടി വന്നിട്ട്. ഓക്കെ, കൊള്ളാം കേട്ടോ, ഇത് കൊള്ളാം. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ 2 സ്റ്റഡ് വരുന്നുണ്ട്. ഈ സ്റ്റഡ് നമുക്ക് മോഡേൺ ഡ്രസ്സിന്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റിയ രീതിയിലുള്ള സ്റ്റഡ്. പിന്നെ അതും ചുരിദാർ അങ്ങനെയുള്ളതിന്റെ കൂടെ ഒക്കെ ഇടാം. സാരി, ചുരിദാർ അങ്ങനെയൊക്കെ ഇടാൻ പറ്റിയ, അല്ല ജീൻസും ടോപ്പിന്റെ കൂടെ ഒന്നും അത് ഇടാൻ പറ്റത്തില്ല. പിന്നെ വേറെ ഒരെണ്ണം ഉണ്ട്. ഇതിന്റെ ഗോൾഡ് ഉണ്ടല്ലോ, ഇതിൽ റിഫ്ലക്ട് ചെയ്യും. കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ദൂരോട്ട് വെച്ചിട്ട് അതാണ്ട. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ ഇട്ടും ബാക്കി സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മള് പക്ഷേ
വീഡിയോ എടുത്തതിനകത്ത് കാണിക്കാൻ നമുക്ക് പറ്റിയില്ല വിട്ടു കേട്ടോ. ഇതൊരു എന്താ ഇതിന് പറയാ, ഇതൊരു മാലയും അതുപോലെ തന്നെ ഒരു ബ്രേസ്ലെറ്റും കൂടെ ചേർന്നുള്ള ഒരു പീസ് ആട്ടോ. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് നമ്മള് സോക്കയുടെ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് അവിടെ കണ്ട സെയിം ഐറ്റം. നമ്മളെ ഞാൻ പറഞ്ഞു കൊടുക്കാം, നമ്മളൊരു ജുവലറിയുടെ വീഡിയോ ചെയ്ത് ഓർമ്മയുണ്ടായിരുന്നു ഇതിന് മുമ്പ്. നമ്മളൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്തില്ലേ, അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഇരുന്നൊരു 18 ക്യാരറ്റിന്റെ ഒരു വെയിറ്റ്ലെസ് ഒരു സാധനം ഇരുന്നില്ല, അതിന് സെയിം ഡിസൈൻ, സെയിം ഒരു വ്യത്യാസമില്ല, സെയിം ഡിസൈനാണ് വന്നിരിക്കുന്നത്. അതേ കണക്കിനിരിക്കുന്ന വെയിറ്റ്ലെസ്സും ആണ്. ഇനി അടുത്ത ഐറ്റം എന്താ? ഇത് നമ്മള് RP മാളിലെ ട്രെൻഡ്സില് ഫ്രണ്ടി ജുവലറിക്ക് വേണ്ടി. അയ്യോ, ഒരു കോൾ വന്നു. കട്ട് ചെയ്ത് ഇടയ്ക്കൊരു കോള് വന്നു പോയി. സോറി ഗൈസ്, ഇടയ്ക്കൊരു കോള് വന്നു, ഞാൻ കട്ട് ചെയ്ത്. വീഡിയോ കണ്ടിന്യൂ ആവുന്നുണ്ട് കേട്ടോ. പുതിയ റിലയൻസിന്റെ RP മാളിലുള്ള അവിടെ ജുവലറിയുടെ ഒരു കൗണ്ടർ ഉണ്ടല്ലോ, അവിടെ ഇതേ കണക്ക് തുറന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതേ കണക്ക് തുറന്ന് ഓർഡർ ചെയ്ത്, പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ക്യാൻസൽ ചെയ്ത്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഓർഡർ ചെയ്തത് അച്ചുവിൻ്റെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഓർഡർ ചെയ്തത്. അങ്ങനെ ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ അച്ചുവിൻ്റെ ഫോൺ അടിച്ചു പോയിട്ട് ഞങ്ങൾ ഒരു സിമ്മ് അവളുടെ സിമ്മ് എൻ്റെ ഫോണിൽ ഇട്ടിരുന്നു. അപ്പോൾ അവിടുന്ന് മെസ്സേജ് അയച്ചപ്പോൾ കറക്റ്റ് ഇവള് കണ്ട് അപ്പം തന്നെ ക്യാൻസൽ ചെയ്തു. മനസ്സിലായി. അതുകൊണ്ട് പിന്നെ അത് അനാവശ്യ ചെലവുകൾ അനുവദിക്കില്ല. പക്ഷെ അന്ന് മേടിക്കാൻ പറ്റില്ല, എനിക്ക് വിഷമമുണ്ട്. അന്നത് മേടിച്ചിരുന്നെങ്കിൽ ഗോൾഡായിട്ട് കഴിക്കണ്ടായിരുന്നു. അപ്പോൾ പൈസ പോലും കിട്ടുന്നില്ലല്ലോ, അതാണ്. പൈസ പെട്ടെന്ന് ചിലവായിപ്പോൾ. ഗോൾഡ് ആകുമ്പോൾ കൈ ഇരുന്നു. അടുത്തത് 3 റിങ് ഈ വിരലിട്. അയ്യോ, കാണാൻ വയ്യ, ഫോക്കസ് ആവുന്നില്ല. ഇതൊരു ഹാർട്ട് ഷേപ്പും പിന്നെ കുറച്ച്, അയ്യോ ഈ മോതിരം ഊരുന്നില്ല, കാണിച്ചില്ല. ഒരു മിനിറ്റ്, കാണിച്ചില്ല. ലേഡി സ്റ്റോൺ എന്ന് വെച്ചാൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഡയമണ്ട് കണക്കിരിക്കും. ഓ, അതാണ് ലേഡി സ്റ്റോൺ. ഈ മോതിരം ഒന്ന് ഊരിത്തരും. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതൊന്ന് കാണിക്കട്ടെ. ഈ മോതിരം, ഈ മോതിരം കാണിച്ചു. അതേതാ? ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ സംഭവം നല്ല രസമുണ്ട്, എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടെ. സത്യം പറഞ്ഞുണ്ടല്ലോ, നമ്മളെ എന്താണെന്നറിയില്ല, നമുക്ക് മേടിക്കാൻ അല്ലെങ്കിൽ പോലും പല സാധനങ്ങളെ ഇത് കണക്കുള്ള പല സാധനങ്ങളും എനിക്കിങ്ങനെ അച്ചു ഇങ്ങനെ ടക്ക നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. പക്ഷെ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല. ഇനി അടുത്ത ഐറ്റം എന്താ? ആംഗിൾറ്റ്. എന്ത് ചെയ്യുന്നു അവിടെ? ജോയിൻ ചെയ്യുന്നു. വീണ്ടും തുടങ്ങി മിക്സി. ഇതും ഒരു ആംഗ്ലറ്റാണ്, ഇതും കൊള്ളാം. നല്ല ഡിസൈൻസ് ഒക്കെ അടിപൊളി കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. സിമ്പിൾ ഹമ്പിൾ അടിപൊളി ഡിസൈൻസ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്തത് ഡെയിലി യൂസിന് പറ്റിയതല്ല. അടുത്ത എന്താ ഐറ്റം? ഇതിലേക്ക് കയറി ഒരു മിനിറ്റ്. അടുത്തത് ആംഗ്ലറ്റാ. പിന്നൊരു സാധനമുണ്ട്, ഇതിങ്ങടുത്ത്. ഇത് കണ്ടോ? ഈ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താ ഈ സംഭവം പറഞ്ഞുടച്ചത്? ഇത് നമ്മുടെ രുദ്രാക്ഷത്തിന്റെ ബ്രേസ്ലെറ്റ്. ഞാൻ ഒരുപാട് വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ കണ്ടിട്ടുണ്ട്. ജെൻസിനുള്ളതാണ്. മേടിക്കണമെന്ന് ആഗ്രഹം, ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ച ഒരു സാധനം. അപ്പൊ അത് ഇങ്ങനെ കയ്യിൽ വന്നു. പക്ഷെ എപ്പോഴും ഇടാൻ പറ്റത്തില്ല. നമ്മൾ എന്താ ഒരു എന്ത് ടൈപ്പ് ഡ്രസ്സിന്റെ കൂടെ വെച്ചു? നമ്മുടെ ട്രഡീഷണലിന്റെ കൂടെ മാത്രമേ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത ഐറ്റം എന്താണിത്? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, എല്ലാം വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല ഫിനിഷിംഗ് ഉണ്ട്. എല്ലാം നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് സത്യം പറഞ്ഞ് ഞാൻ ഒരു കാര്യം പറയാം. നമ്മളെ 18 ക്യാരറ്റ് നോക്കിയില്ലേ, അതിൻ്റെയൊക്കെ എന്തൊക്കെയോ ഒരു ഇതില്ലേ, അതും ഇതും കണ്ടു കഴിഞ്ഞാൽ ഏകദേശം സെയിം തന്നെ തോന്നും. അതെ, ഇതും അവിടെ ഉണ്ടായിരുന്നു. ഈ സെയിം സാധനം കേട്ടോ, ഈ സെയിം സാധനം നമ്മൾ ആ ജുവലറിയുടെ വീഡിയോക്കകത്ത് നമ്മൾ ഈ സെയിം സാധനം കാണിച്ചിട്ടുണ്ട്. അതേ കണക്ക് തന്നെ വരുന്നത്. ഇതിനകത്ത് അവർക്ക് വരുന്നത് ഇതിനകത്ത് എന്തോ പേളല്ലേ, പേളിന്റെ ഈ ഡിസൈൻ വരുന്നത് അവർക്കുണ്ടായിരുന്നു. ഈ സെയിം ഡിസൈൻ വരുന്നുണ്ടായിരുന്നു. എനിക്കിത് ഇഷ്ടപ്പെട്ടു. എനിക്കൊന്ന് 3ാമത്തെ തവണ ഇത് ചെയ്യാൻ വീഡിയോ എടുക്കാൻ പോയപ്പോഴത്തേക്കാണെന്ന് തോന്നുന്നു ഇതൊക്കെ വന്നത്. പക്ഷെ കൊള്ളാം കേട്ടോ, ഇതിനൊക്കെയുള്ള യൂണീക് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് ഇതിന്റെ കാണിച്ചായിരുന്നോ? ഏതാ? ഇത് കമ്മലിന്റെ അല്ലേ? ഇത് കമ്മലല്ലേ? അതെ. ഇത് കാണിച്ചില്ല, ഈ കമ്മല് കാണിച്ചില്ല. ഇതൊരു കമ്മലാട്ടോ. ഫോക്കസ് ആവാൻ ഭയങ്കര പാടാണ്. പക്ഷെ കമ്മൽ അടിപൊളി, എനിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എന്താ അറിയാമോ? ഇതുകൊണ്ട് കഴിഞ്ഞു ഇത്രേ ഉള്ളല്ലേ. ഇനിയുള്ള പണി എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന പ്ലാസ്റ്റിക്
ഈ കവറിനകത്ത് നമ്മുടെ ഈ ജ്വല്ലേഴ്സ് എല്ലാം നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് നല്ല നീറ്റാക്കി വെക്കണം. പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ അതാണ്, വേറെ ഒന്നുമല്ല, ഇത് തന്നെയാണ് ടാസ്ക് അല്ലേ വെച്ചു? അതെ, നീറ്റായിട്ട് പാക്ക് ചെയ്ത് വെക്കണം. അപ്പം നമുക്കത് പാക്ക് ചെയ്ത് വെച്ചിട്ട് വരാം. ഓക്കെ. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞല്ലേ? അതെ. എന്ത് പരിപാടിയാ? എല്ലാം തിരിച്ച് റീഅറേഞ്ച് ചെയ്തു. എല്ലാം നമ്മൾ വന്നതുപോലെ തന്നെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് ഫുള്ള് പാക്ക് ചെയ്തിരുന്നു. ഞാൻ പാക്ക് ചെയ്തു. ആ സമയം കൊണ്ട് അച്ചു എവിടെ പോയിരുന്നു? ഞാൻ തൂക്കാൻ പോയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നിരുന്നപ്പോൾ എന്റർടൈൻമെന്റ് ഉണ്ടോ? ഇത് ഞെക്കി പൊട്ടി. എല്ലാം പൊട്ടിച്ചൊന്നുമില്ല. ഈ ഒരു സാധനം എത്ര പ്രായമായവരാണെങ്കിലും ഇത് കണ്ടാവുന്ന ഞെക്കി പൊട്ടിക്കും അല്ലേ? അതെ. എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ. അപ്പൊ ഇനിയിപ്പോ അത് റീപാക്ക് ചെയ്ത് വെക്ക്. നമുക്ക് ആവശ്യമുള്ളപ്പം എടുത്ത് ഓരോ ഡ്രസ്സിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാം അല്ലേ? അതെ. കുറേയൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ളതും കുറേയൊക്കെ മോഡേൺ ആയിട്ടുള്ളതും വന്നേക്കുന്നത്. ഡെയിലി യൂസിന് പറ്റുന്നതാ ഒരുപാടുള്ളത്. പിന്നെ ഇത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഇതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇതിടും അല്ലേ? ഷോർട്സ് അപ്ലോഡ് ചെയ്യുമായിരിക്കും ഇതിൻ്റെ, ഈ സാധനത്തിൻ്റെ. പക്ഷെ എല്ലാം നല്ല ഐറ്റംസ് ആണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഐറ്റംസൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ച് എന്താ 1-2 ഐറ്റംസ് ഒക്കെ കാണുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തുവായാലും അടിപൊളിയായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ ആ വീഡിയോ വീണ്ടും കയറിപ്പോകും അല്ലേ ചേച്ചി? അതെ. എന്താ ചെയ്യേണ്ട അതിന് വേണ്ടിയിട്ട്? ആ വീഡിയോസ് ഒന്ന് കാണാൻ മറക്കരുത്. അത് നമ്മുടെ ഇൻസ്റ്റഗ്രാം വഴിയും യൂട്യൂബ് വഴിയും. ഇൻസ്റ്റാഗ്രാമിൽ മസ്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കല്ലേ കേട്ടോ. അതെ. അതുപോലെ തന്നെ അവരുടെ ഹസ കളക്ഷൻസ് എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. എന്താ പരിപാടി? അടുത്തത് ഇനി രാവിലെ ഞാൻ നനച്ചു വെച്ച തുണിയാണ്. മിഷൻ കംപ്ലൈന്റ് ആയതുകൊണ്ട് ഇപ്പം കല്ലില കഴുകുന്നു. മിഷൻ കംപ്ലൈന്റ്, അതിന്റെ ഒരു കഥ എനിക്ക് പറയാനുണ്ട് ഗൈസ്. ചെറിയൊരു കംപ്ലൈന്റ് മാത്രമേ ഉള്ളൂ. ശരിയാക്കാൻ വിളിച്ചവര് അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കമ്പനിയിൽ നിന്ന് സർവീസിന് ആളെ വിളിച്ചു. അവന്മാർ ഇവിടെ വന്നു സാധനം നോക്കിയിട്ട് പറഞ്ഞു. ആദ്യം ഒരാൾ വന്നു, അയാൾ അടിപൊളിയായിട്ട് പണിഞ്ഞു. ആദ്യം വന്ന ആളെ ഞാൻ കുറ്റം പറയുകയല്ല, അടിപൊളിയായിട്ട് പണിഞ്ഞു. അതിൻ്റെ ഒരു വയറ് കട്ടായി കിടന്നേ വർക്കാവാഞ്ഞ്. ഒരു കോള് വരുന്നു, ഞാൻ എന്നിട്ട് വരാം. അങ്ങനെ നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ശരിയാക്കുന്ന കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, സർവീസ് സെൻറ്ററിൽ നിന്ന് ഡയറക്റ്റ് ഞാൻ വിളിച്ചിട്ട് ഏത് കമ്പനിയാണെന്ന് ഞാൻ പറയുന്നില്ല, സർവീസ് സെൻറ്ററിൽ നിന്ന് വിളിച്ചതിന് ശേഷം എന്ത് ചെയ്തു, ഒരാൾ വന്നു. അയാൾ വന്ന് നോക്കിയിട്ട് സംഭവം വർക്കാവുന്നില്ലായിരുന്നു. അതായത് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നമുക്ക് വെള്ളമൊക്കെ വീഴുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് വർക്ക് ചെയ്തിട്ട് പിന്നെ സ്പിന്നാവാതെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ആദ്യത്തെ ആൾ വന്ന് കണ്ടുപിടിച്ചു. കുറേ നേരം എടുത്തു, പക്ഷെ ഫുൾ ഇളക്കി അയാൾ കണ്ടുപിടിച്ചു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയറ് വിട്ട് കിടക്കുമായിരുന്നു. അത് കണക്ട് ചെയ്തപ്പോഴത്തേക്ക് സ്പിന്നാവുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്തായിരുന്നു, ഒരു സ്പീഡ് കുറവ്. അയാൾ പറഞ്ഞു വേറെ പ്രശ്നമൊന്നുമില്ല, ബെൽറ്റ് മാറേണ്ട സമയം കഴിഞ്ഞ്, അതുകൊണ്ട് ബെൽറ്റ് മാറണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഓക്കെ, ബെൽറ്റ് മാറിക്കോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഒരു പൈപ്പ് അതിനകത്തുണ്ട്, ആ പൈപ്പ് പൊട്ടിയിരിക്കുന്നതുകൊണ്ടാണ് ഈ ലീക്ക് ആവുന്നുണ്ട്, അപ്പോൾ ആ പൈപ്പും കൂടെ ഞാൻ പറഞ്ഞ പൈപ്പ് ഞാൻ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ മാറാഞ്ഞതെന്ന് പറഞ്ഞു. പറഞ്ഞു ശരി എങ്കിൽ ഓക്കെ, കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ പൈപ്പും കൂടെ മാറാൻ പറഞ്ഞു. ശരി, അതൊക്കെ പറഞ്ഞു വിട്ടിട്ട് പിറ്റേന്നോ അടുത്ത ആൾ വന്ന് ബെൽറ്റ് മാറി ഈ പൈപ്പും വെച്ചപ്പോഴത്തേക്ക് മിഷൻ വർക്കാവുന്നില്ല. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ മാറ്റിച്ച് പൈസ മേടിച്ച് ഇതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അവസാനം ഞാൻ പറഞ്ഞു ഇനി വേണ്ട, വിട്ടേര് പോ, ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയത് മേടിക്കാന്ന് ഞാൻ പറഞ്ഞു വിട്ടു. എന്താ പരിപാടി? തുണി കഴുകുന്നു. പാരാത്രിക്കാണോ തുണി കഴുകുന്നത്? സമയമില്ലായിരുന്നു. എവിടെ പോയി സമയം? രാവിലെ നനച്ചു വെച്ചതാ. രാവിലെ ഓരോരോ കാര്യങ്ങളായിട്ട് പോയി. ശരിയാ, ഞാനും ജോയിൻ ചെയ്യാം. ഇത് കൊണ്ട് വെച്ചിട്ട് വരാം. ഓക്കെ.